വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് തൃശൂർ എടത്തുരുത്തി പൈനൂരിലെ സൂര്യകാന്തിപ്പാടം. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് മനോഹര കാഴ്ച കാണാൻ ഇവിടെ എത്തുന്നത്. പൈനൂരിലെ രവി പുത്തൻപുരയുടെ അരയേക്കറിലധികം പാടത്താണ് സൂര്യകാന്തിപ്പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നത്. പാരമ്പര്യ നെൽ കർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി നട്ടത്. നെൽകൃഷി കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ട സന്തോഷത്തിലാണ് രവി. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആദ്യം പയറ്, നെല്ല് കഴിഞ്ഞാൽ പിന്നെ പയറിനിടാറ്. പയറുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കുമാരേട്ടൻ്റെ പണി. ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ല ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. പയറും എള്ളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് വിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക. അതിനോട് പറയാണ്ട് വിതച്ച് മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ ആള് മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല, വളമില്ല, മഴയില്ല, ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെ പൂവായതിനു ശേഷം മഴ കിട്ടിയത് മുട്ട് വന്നോട് കൂടി. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 60, 2.5 ഏക്കറുണ്ട് ഈ പാടം. നല്ല ഉയരത്തിൽ നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് എത്തുന്നത്. റീൽസ് കണ്ടിട്ട് വന്നതാ. തൊട്ടടുത്ത് കിടക്കണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ അറിഞ്ഞില്ല. റീല് കണ്ടിട്ട് വന്നതാ. കാരണം വെച്ചാല് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ തന്നെ ഒരു പാടത്താണ് ഇത് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. കുറെ ശരിക്കും നമുക്കൊരു അതിശയം പോലെയാണ് തോന്നുന്നത്. സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.